ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരും നാളത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാവരും എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുധിയത്തെ കണ്ടില്ല, സുധിയും വന്നിട്ടില്ല. പിന്നെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് അമ്മയെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനു വഴക്ക് പറഞ്ഞു? അല്ല, അവരെല്ലാം പിരിഞ്ഞ് ജീവിക്കുമല്ലേ, അപ്പം പിരിഞ്ഞ് ജീവിക്കുന്ന അമ്മ കാരണം കൊണ്ടല്ലേ ഈ പിരിഞ്ഞ് ജീവിക്കുന്നത്, അത് അങ്ങനെ പാടില്ല, ഒരുമിച്ച് ജീവിക്കണം എന്ന് അമ്മയുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നു. കുറേ വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞാൽ ശരിയാകും, അച്ഛൻ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ തട്ടി മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതിയും മീനെ സംസാരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ, കാരണം കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്കും മീര എടുത്തു പറയാണ്, നീ ഈ തെറ്റ് കാണുന്നത് ഇത് മാത്രമല്ല നീ ഉദ്ദേശിക്കുന്നേ, ഇത് മാത്രമല്ല, കൂടാതെ നിന്റെ ആദ്യയുടെ കേസ്, മലേഷ്യ കേസ്, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകും ശ്രുതി, നിനക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ എങ്ങനെയും പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാൻ നോക്കണം, അല്ലാതെങ്കിൽ നിനക്ക് അവിടെ ഒരു സ്ഥാനമില്ല, നിന്നെ അവർ അടിച്ചിറക്കുക, ഇപ്പം നിനക്കിട്ട് അടിച്ചുള്ളതേ ഉള്ളൂ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്ററായിട്ട് നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. ശരിയാ, പ്ലാനിങ് ഉണ്ടായിരിക്കണം. കാരണം ഒന്നാം നീ ടെൻഷൻ അടിപ്പിക്കുന്നത്, പ്ലാനിങ് ചെയ്തേ പറ്റൂ, എനിക്കും ബോധ്യപ്പെടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തന്ന സ്ഥാനം ഇനി അവിടെ വർഷയ്ക്ക് കിട്ടും. അതായത് രേവതിക്ക് എത്ര സ്ഥാനം കൊടുക്കത്തില്ലെങ്കിലും വർഷയാണ് അത്യാവശ്യം സാമ്പത്തികത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനം വർഷയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഒരു സ്ഥാനം കാണത്തില്ല. അപ്പോൾ എന്തെങ്കിലും വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കടന്നു ചോദിക്കും, ശ്രുതി കയറി വരും. ശ്രുതി ചോദിക്കും, നിന്റെ ഭാര്യ എന്താണെന്ന് ചോദിക്കുമ്പോൾ, ശ്രുതി എന്താണെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്കറിയത്തില്ല അമ്മേ, നിനക്കതപ്പം വിളിച്ചു വയ്ക്കത്തില്ല എനിക്ക് അമ്മ. അപ്പം ആ പറഞ്ഞ പറച്ചിൽ തന്നെ പെട്ടെന്നൊരു ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ. ഇത്ര ദിവസം വിളിക്കരുത്, സംസാരിക്കരുത്, നീ ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരാണ് പെട്ടെന്ന് വിളിക്കത്തില്ല എന്ന് ചോദിക്കത്തില്ല. അപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഈ കോള് കാണുന്നുണ്ട്. ഉടനെ വേണ്ട ശ്രുതി വിളിക്കുന്നുണ്ടല്ലോ എന്ന് മീര പറയുമ്പോഴത്തേക്ക് വിളിക്കട്ടെ, കുറച്ച് നേരം വിളിക്കട്ടെ. കാരണം കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇതുണ്ടാകത്തില്ല. നമ്മളതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നതായിട്ടുള്ളൊരു പണിയില്ലേ, അതുപോലെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിലയില്ലാതാകുമെന്ന് പറയാം. അതല്ലേലും അങ്ങനെയല്ലേ, നമ്മളെപ്പോഴും കാത്തുകെട്ടി ഇരിക്കുന്നവർക്ക് വിലയില്ലാതെ ഒരു സിറ്റുവേഷനല്ലേ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കണം, ആ സ്ഥാനം കൊടുക്കണം, അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിയട്ടെ, ടെൻഷൻ അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എടി നീ എന്തെങ്കിലും ചെയ്യും, കാരണം നിന്നെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. എന്നാൽ അതൊന്നല്ല, ശ്രുതിക്ക് വേറെ വട്ടുവല്ല കാണും, അല്ലാതെ അവരെ വിളിപ്പിക്കുന്നൊന്നും ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഇതേ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരുവാണ്. അപ്പം അതവിടെ ചന്ദ്രജിത്ത് വന്നിട്ടിരിക്കുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അല്ല അച്ഛാ, ഞാൻ ശ്രുതിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അതെന്താ ഫോൺ എടുക്കാതെ? ഉടനെ സച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട്, ചിലപ്പം പാർലമെടുത്തി വല്ലതും കൂട്ടുകാരിയുടെ വീട്ടിൽ വല്ലതും പോയി കാണുന്നുണ്ടോ. കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അപ്പം മീര വിളിച്ച് നോക്കുന്നത്. അങ്ങനെ മീരെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് മീര പറയാണ്, മീരെ വിളിക്കണം. മീര ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേക്ക് മീര പറയുന്നുണ്ട്, വേണ്ട ശ്രുതി എൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടല്ലോ, എടുക്കട്ടെ എന്ന് പറയാം. നീ എടുക്കണ്ട എടി, അത് എടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഞാനും ചേർന്നുള്ള കള്ളക്കളിയാണെന്ന് ഓർക്കത്തുള്ളൂ, അതുകൊണ്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഇവിടെ വന്നിട്ടില്ലെന്നുണ്ട്. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ശ്രുതി മീര, നീ എന്തിനാ അങ്ങനെ പറയുന്നത്? അല്ല, മീര ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു, അപ്പം നീ ശ്രുതിയോട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വന്നത്, അപ്പോൾ ഇവിടെ കാണുമെന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ ശ്രുതി വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ശ്രുതി ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അവിടെ ഇല്ലേ? എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിക്ക് ടെൻഷൻ കൂടിയിട്ട് അവിടെ രവീന്ദ്രൻ എന്നാടാ എന്നെ പ്രശ്നം, അച്ഛൻ അവിടെയും ചെന്നിട്ടില്ല, ആകെ വിഷയമായിട്ട് നിൽക്കുകയുള്ള, അവൾ എന്തെങ്കിലും ആത്മഹത്യ വല്ലതും ചെയ്യുമോ എന്ന്, എന്താ ഇപ്പം ഇത്രയും വിഷയം ഉണ്ടാകാൻ? അമ്മ അവളെ അടിക്കുകയൊക്കെ ചെയ്തില്ല. അടിക്കുമോ? നിന്നെയൊക്കെ അടിക്കുമല്ല, കൊല്ലുകയോ ചെയ്യേണ്ട. കാരണം നീയൊക്കെ ഈ കാണിച്ച് പരിപാടിക്കുണ്ട്, നിന്നെ വെറുതെ വിടണം. എൻ്റെ രവിയേട്ടൻ്റെ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ 2 മക്കൾ വേറെ ഉണ്ടല്ലോ, അമ്മമാർ ഇതുപോലെ ചെയ്തില്ലല്ലോ. നീ ഇന്നല്ലല്ലോ, ആദ്യം നീലമിക്ക് എടുത്തുകൊണ്ട് കൊടുത്ത്, അത് കഴിഞ്ഞ് തൻ്റെ ഇവക്കും എടുത്തുകൊണ്ട് കൊടുത്തു. ഇവളുമായിട്ട് ആ കാശ് തിരിച്ചിട്ട് രണ്ടുപേരും ഇവിടെ ഏൽപ്പിക്കേണ്ട കാശല്ല, ഇത് 2 പേരും കാണിച്ച പരിപാടി തന്നെ കൊണ്ട് കൊടുത്തിട്ട് നിൻ്റെ തോന്നിയാസം കാണിച്ചിട്ട് ഞാൻ പിന്നെ വെറുതെ വിടണം. എല്ലാത്തിനും നിങ്ങളൊക്കെ കാണിക്കുന്ന തെറ്റിന് വെറുതെ ഇരിക്കുക. അതായത് ദുഷ്ടനെന്ന് വളർത്തുന്നൊരു സ്വഭാവമാണ് അത്. നമ്മൾ സമൂഹത്തിൽ തെറ്റ് കാണിക്കുന്നവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളാണ് ശരിക്കും കുറ്റവാളി. അപ്പം നിന്നെയൊക്കെ ശിക്ഷിക്കാണ്ടിരിക്കുമോ? അതിനെ ഈ ശിക്ഷ കുറച്ച് ദിവസം അങ്ങനെ നീ പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണ്ണേ ഇനിയിപ്പോൾ എന്നാ ചെയ്യണം? ഇനിയിപ്പം അണ്ണ സച്ചി പറയും, അയ്യോ ഇപ്പം പാർലമെടുത്ത് അവിടെ പോകണം, പാർലമെടുത്ത് ചിലപ്പം അവരുടെ അമ്മയടുത്ത് പോയിക്കണം. അണ്ണ രേവതി പറയാം, ചേട്ടൻ എന്നാ പറയുന്നത്, അവർ അമ്മ ശ്രുതി ചേച്ചിക്ക് അമ്മയില്ലല്ലോ, അച്ഛനല്ലോ, അച്ഛൻ മലേഷ്യയിലല്ലോ. ഓ ശരിയല്ലേ, അങ്ങനെ എന്ന് പറയാം. അത് കഴിഞ്ഞോണ്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക്
ശ്രുതി കയറി വരികയാണ്. ശ്രുതി ഒരു ഓട്ടോയിൽ കയറി വരികയാണ്. ഓട്ടോയിൽ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, അണ്ണ കയറി ഓട്ടോ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ വീട്ടിലോട്ട് കയറുവാണ്. വീട്ടിൽ കയറി വന്നിറങ്ങി ചോദിക്കുന്നുണ്ട്, ആണ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടി നീ ഇത്ര നേരം എവിടെ പോയേക്കായിരുന്നു ശ്രുതി, വിളിച്ചൊരു ഫോൺ എടുക്കണ്ടേ? അത് അമ്മ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തെ ഫ്രണ്ടിന് രവീന്ദ്രൻ പറഞ്ഞ, ശ്രുതി ഒരു മാന്യമര്യാദ ഇല്ല. കാരണം നിനക്ക് ഫ്രണ്ടിൻ്റെ വീടോ വേറെ ആരെങ്കിലും വീടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിനക്ക് അവിടെ പോകുമ്പോൾ ഇവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകത്തില്ലേ? അപ്പോൾ ആൾക്കാർ ടെൻഷൻ അടിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതല്ല അച്ഛാ, ഒന്നാമത് എനിക്ക് ടെൻഷനായിരുന്നു, അമ്മ അടിക്കുകയും കാര്യങ്ങളൊക്കെ അടിക്കാതിരിക്കാൻ പിന്നെ നീ ഇപ്പം എന്താ പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തേ? നീ ശ്രുതിയും കാണിച്ച് രണ്ടുപേരും ഒന്ന് കാണിച്ച പരിപാടി പുണ്യപ്രവൃത്തിയല്ലേ? ഉടനെ പറയും, അല്ല അച്ഛ, എനിക്കിട്ട് അമ്മ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ മനസ്സിന് വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ രവീന്ദ്രൻ പറയും, ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷയം നടക്കും, അത് ഈ വീട്ടിൽ പറഞ്ഞ് തീർത്തിട്ട് പോകണം. അല്ലാതെ നീ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, നീ ഒരു പെണ്ണാണ്, നീ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറയാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ വീട്ടിൽ ഇരിക്കുന്നവർ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ലേ? ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ട് അപ്പുറമുള്ള ടെൻഷനാണ് എനിക്ക് കടന്നു വന്നത്, അത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ്, രവീന്ദ്രൻ പറയുകയാണ്, മോളെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, എന്താണെങ്കിലും ഇവിടെ ഉള്ള വിഷയം ഇവിടെ കൊണ്ട് പറഞ്ഞു തീർക്കണം, ശ്രുതിയും കൂടെ ചേർത്തുള്ള വിഷയം. ചന്ദ്രമതിയോട് പറയാം, ചന്ദ്രമതി ഇവരുടെ വിഷയം ഇന്നത്തോടെ തീരണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്ത് തന്നെ വിഷയം ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞു തീർക്കണം, പോയ കാശ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് ഷോറൂം ഇട്ടതല്ലേ, അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ഓടി വന്നിട്ട് ചന്ദ്രമല കാല് വീഴണ്, ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനൊരു ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യത്തില്ല, ഞാനൊരിക്കലും പറയാതെയോ ഒന്നും ചെയ്യത്തില്ല, എന്താണ് എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട്, ഞാൻ ഒറ്റപ്പെട്ടു, അതുപോലെ ഇവിടെ കിടന്ന് ജോലിയൊക്കെ ഒരുപാട് ചെയ്തു, എനിക്കാണെങ്കിൽ സഹിക്കുന്നതിൽ അപ്പുറമാണ്, നിങ്ങൾ ജോലി ചെയ്താലും വിഷയമില്ല, ഇവിടെ എന്നെ ഒറ്റപ്പെടുത്തി, എല്ലാവരും കൂടി ചെയ്ത് ഒറ്റപ്പെടുത്തിയപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറം എൻ്റെ അറിയാം. ഉടനെ ശ്രുതിയും കൂടി ചേർന്ന് കാര്യം വീണം, അമ്മ ഞങ്ങളെ രണ്ടുപേരോടും ക്ഷമിക്കണം, ഞങ്ങൾ ഇനി ആവർത്തിക്കത്തില്ല, ആവശ്യമുള്ള പരിപാടി ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, ഇനിയിപ്പം ഒരു തെറ്റും ആരും ചെയ്യാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ഉള്ള പരിപാടി നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വിഷയമാണോ കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യ ഭർത്താവ് പേഴ്സണലായിട്ട് വിഷയമില്ല, പക്ഷേ അത് കുടുംബത്തെയും കൂടെ ബാധിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻഫോം ചെയ്യാതെ ഇവിടെ ഒരു കാര്യം നടക്കുക, അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞൊരു മാപ്പൊക്കെ കൊടുക്കണം, എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് സച്ചി പറയണേ, എല്ലാവരും ക്ഷമയൊക്കെ പറഞ്ഞ് എല്ലാവരും അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം സോൾവ് ആയ സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ 50 ലക്ഷം രൂപയുടെ കാര്യമാണ്. ഉടനെ ശ്രുതി ചോദിക്കണ്ടേ, നിനക്ക് 50 ലക്ഷം അതിൻ്റെ ഷെയർ വേണമെന്ന് ചോദിക്കണേ. എനിക്ക് ഷെയർ ഒന്നും വേണ്ട, പക്ഷേ വേറൊരു കാര്യം, ഞാൻ വർഷ ശ്രീകാന്ത് ഇതിലും അവകാശികൾ നിങ്ങളും കൂടെ ചേർത്താണ്, നിങ്ങൾക്ക് അതിൻ്റെ ക്യാഷ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാം, എനിക്കും വേണ്ട, പക്ഷേ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് വേറെ അവകാശികളുണ്ടെന്ന് പറയും. അതാരും അവകാശികൾ, വേറെ ആരും ആവശ്യം, നീ തന്നെ ക്യാഷ് അടിച്ച് മാറ്റാൻ നിൽക്കുകയാണെന്ന് ശ്രുതി പറയുകയാണ്. ക്യാഷ് എടുക്കാൻ വേണ്ടി നിനക്ക് തന്നെ ആവശ്യം എന്നുള്ള രീതി പറഞ്ഞു, എനിക്ക് നിൻ്റെ കാശൊന്നും വേണ്ട, പക്ഷേ ഇതിൻ്റെ അവകാശം പറയുമ്പോഴത്തേക്കും അച്ഛൻ്റെ കാശാണ് ഇത് വിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ആ സ്ഥാനത്ത് വന്നിരിക്കണം, അത് ആസ് എ മാനേജറായിട്ട് അച്ഛനെ അവിടെ ഇരുത്തണം, അല്ലാതെ വേറെ ആരും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് ഈ പറയുമ്പോഴത്തേക്ക് ശ്രുതിയും ഞെട്ടുവാണ്. കാരണം കഴിഞ്ഞാൽ സ്വന്തം പേരിലുള്ള സ്ഥാപനം ഇനിയിപ്പം ശ്രുതിയുടെ പേരിലല്ല വരുന്നത്, അത് അച്ഛൻ്റെ പേരിലൊക്കെ ആക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ മുമ്പേ ഇവർ താഴ്ന്നു പോകുമല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. മാത്രമല്ല പല കാര്യങ്ങളും പല ഡിസിഷനൊക്കെ ഇനി എടുക്കേണ്ടി വരുന്നത് അച്ഛൻ മുഖേന അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അച്ഛൻ പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ ശ്രുതിയും കൂടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാളത്തെ വിശേഷം ലാസ്റ്റായിട്ട് കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാവിലെ ഇന്നത്തെ ഡെയിലി വിശേഷം ഇടുന്നുണ്ട്. അതുകൂടാതെ വൈകിട്ട് നമ്മൾ 7 മണി തൊട്ട് 7:15 വരെയുള്ള ടൈമിൽ നമ്മൾ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് ഇടുന്നുണ്ട്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.